Yes. Okay. Magic morning. Magic Magic morning. morning. Magic morning. എനിക്ക് ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതാണ് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാത്ത കേട്ടോ. എനിവേ സോറി. ദെൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്ന പോലെ നമുക്ക് ഇന്ന് വെനസ്ഡേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ ബി മാജിക് ഫൗണ്ടർ, അതിൻ്റെ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള നമ്മുടെ സേഫ് സാറാണ്. സോ സേഫ് സാറിൻ്റെ ഒരു സെഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Magic morning to all. Magic morning. പിന്നെ മാത്രം കാണാൻ പറ്റുന്നു, പിന്നെ ബഷീർഖാനെ കാണുന്നുണ്ട്, വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല. എല്ലാവരും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരു സംഭവം അല്ലേ? അത് അങ്ങനെ ഒരു മനുഷ്യന് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ, എത്ര കിട്ടിയാലും നമുക്ക് തികയാത്തൊരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മൈൻഡിലേക്ക് വന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തെന്ന് പറയുമ്പോൾ എന്താണ് പണം അല്ലെ? അതൊക്കെ നെഗറ്റീവ് ആയിട്ടാണോ ഫീൽ ചെയ്ത്, പോസിറ്റീവ് ആയിട്ടാണോ ഫീൽ ചെയ്ത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവായി, നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എത്ര കിട്ടിയാലും അതൊക്കെ പണം തകയില്ല, അത്ര ആർത്തിയല്ലേ? അത്ര ആർത്തിയല്ലേ? ആർത്തിയാണോ? അല്ല, നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് ദീപമ്മ പറയുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഡിസേർവ് ചെയ്യുന്നത് പറയാൻ കാരണം? ഡിസേർവ് ചെയ്യുന്നുണ്ട്. പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിനനുസരിച്ച് നമുക്ക് നേടണം. താങ്ക് യു. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലെ ധനത്തിലേക്കുള്ള രഹസ്യം എന്ന് പറയുന്ന ഭാഗമാണ്. എനിക്ക് സീക്രട്ടിൽ എല്ലാ ചാപ്റ്ററും ഇഷ്ടമാണ്, പക്ഷെ ഈ ചാപ്റ്ററിന്റെ പ്രത്യേക ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഓക്കെ. ഈ ചാപ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഒരു ഒരു സംഭവം. ഓക്കെ, അതിൽ തന്നെ പിന്നെ ഡബ്ല്യു ക്ലെമൻസ്റ്റോണിന്റെ ഒരു കോട്ടിലാണ് തുടങ്ങുന്നത്. ആ കോട്ടും എൻ്റെ വളരെ ഫേവറേറ്റ് ഉള്ള ഒരു കോട്ടാണ്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് പിന്നെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു കോട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിലൊക്കെ പല സമയത്തും പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ആശയമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുക. ജസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവുക ഒരു ആശയമായിരിക്കും, ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആശയം ഉണ്ടാവുള്ളൂ. ആ ആശയത്തിനെ ഇതേപോലെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് ഈ ലോകത്തിൽ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും ഇപ്പം AI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ വലിയ രീതിയിലുള്ള അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഈ അപ്ഡേഷൻസ് ഒക്കെ വരുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. ആ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞ ഒരാൾക്ക് അയാളുടെ ലൈഫിന്റെ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഇൻഡെപ്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്രയും പവർഫുൾ ആണ്. അപ്പൊ നമുക്ക് ഇതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പിന്നെ ഞാൻ സംസാരിക്കുന്നത്. ഇത് ജാക്ക് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ട്രെയിനർ, ഓക്കെ, അത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ട്രെയിനറാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. അവരൊരു പുസ്തകം എഴുതുന്നതും ആ പുസ്തകത്തിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ സങ്കല്പിക്കുന്നത്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ പറയുന്നതാണ് ബ്ലാങ്ക് ചെക്കിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അധികം കേട്ടിട്ടുള്ളതായിരിക്കും. ഇവിടെ ഈ ഒരു ഇതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ, ഇതിലെല്ലാ ഭാഗവും ഞാൻ സംസാരിക്കുന്നില്ല. ഇതിന്റെ 108ാമത്തെ പേജാണ് ഞാൻ സംസാരിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്.
ഒരു പാർട്ട് എന്ന് പറയുന്നത് 108ാമത്തെ പേജാണ്. ഈ പേജിൽ പറയുന്നത് പണം കിട്ടാനായി പണം കൊടുക്കുക എന്നുള്ള ഭാഗം. ഇത് പറ്റുന്നത്ര നമുക്ക് എത്ര സമയമുണ്ടോ, നമ്മളെ ടീംസ് എത്ര സമയമാണ് നമുക്ക് അലോച് ചെയ്യുന്നത്, ആ സമയത്തിനുള്ളിൽ ഈ ഒരൊറ്റ പാർട്ട് മാത്രം, ചെറിയ 2 പേജ് മാത്രമേ ഉള്ളൂ, ഇത് മുഴുവനായിട്ടും വായിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പണം കിട്ടാനായി പണം കൊടുക്കുക. ഈ ആശയം ഞാൻ ഇതിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ഡോക്ടർ ജോ വിറ്റാലിന്റെ അട്രാക്ട് മണി നൗ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുന്ന സമയത്താണ് ഇത് എനിക്ക് ഉള്ളിലേക്ക് വന്നിട്ടുള്ള സംഭവം. അദ്ദേഹം പണം ഉണ്ടാവാനുമായിട്ടുള്ള കാര്യം പറയുന്ന സമയത്തുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോസ്പെറസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രോസ്പെറസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ അന്ന് മുതൽ മാക്സിമം, അത് പഠിച്ചത് മുതൽ ഞാൻ മാക്സിമം നോക്കാറുണ്ട്, ആ ഒരു കാര്യങ്ങൾ നോക്കാറുണ്ട്, എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്ന്. പക്ഷെ ഈ ഒരു വാക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പണം എല്ലാവർക്കും കൊടുക്കാത്ത, അല്ലെങ്കിൽ ശ്രദ്ധിച്ചുപയോഗിക്കാൻ കാരണം എന്താ? മണി മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെഷൻസ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ബഷീർ ഖാനെ പോലെ. പക്ഷെ ഞങ്ങൾ ചോദിക്കാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പണം വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുന്നത്? പണം എക്സാക്ട്ലി അല്ലെ, എക്സാക്ട്ലി എന്താണ്? പണം തീർന്നു പോകുമോ എന്നുള്ള പേടിയാണ്. അത് ഏതുപോലെയാണ്? നിങ്ങളുടെ വീട്ടിലൊരു കിണറുണ്ട്, ആ കിണറിൽ നിങ്ങൾക്ക് ധാരാളം വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഒരു വീട്ടിലെ കിണറിൽ വേനൽക്കാലം ആയി കഴിഞ്ഞപ്പം വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഓക്കെ, അപ്പോഴാണ് ആ വീട്ടിൽ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഒരാൾ ചോദിച്ച്, എൻ്റെ വീട്ടിലും കൂടെ ഒരു മോട്ടർ നിങ്ങളുടെ കിണറ്റിൽ നിന്ന് വെക്കട്ടെ വെച്ച് അയാൾ സമ്മതിക്കാൻ ചാൻസ് പറയാം. എന്താ പറയാ, എൻ്റെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് വെള്ളമല്ല കേട്ടോ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചോദിച്ചോളൂ പറയും അല്ലെ. അപ്പൊ അയാൾ തന്നെ എന്തായിരിക്കും, വളരെ ശ്രദ്ധിച്ചായിരിക്കും ആ വെള്ളം ഉപയോഗിക്കുന്നത്. കാരണം എന്താ, റിസോഴ്സ് കുറവാണ്. അപ്പൊ നമ്മൾ അപ്പോഴും മനസ്സിലാക്കുക, പണം എന്തുകൊണ്ടാണ് പറഞ്ഞത്, കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണം ഉണ്ട് എന്നാണ്. അതെന്താണ് ഇതിന്റെ സൈക്കോളജി. ഓക്കെ, ഇത് ചെറിയൊരു വാക്കായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ എത്രമാത്രം അർത്ഥം ഇതിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും. ഇതിപ്പോ നമ്മളിപ്പോ സീക്രട്ട് ബുക്ക് എടുക്കുന്ന ഭയങ്കര സംഭവമാണല്ലോ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകണം. നിങ്ങൾ കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണം ഉണ്ട് എന്നാണ്. ഈ ഭൂമുഖത്ത് ഏറ്റവും അങ്ങനെയല്ല. നിങ്ങളിത് വായിക്കുന്ന സമയത്ത് ഒരു ഇൻഡെപ്തിൽ അതിന്റെ തോട്ടിലേക്ക് പോകണം. എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പണം കൊടുക്കാറുണ്ടോ, ഓക്കെ, എനിക്ക് പണം തീർന്നു പോകുമെന്നുള്ള പേടിയുണ്ടോ, എനിക്ക് ധാരാളം പണമുണ്ട്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാ ആളുകളോടും ചോദിക്കാണ്, നിങ്ങൾ കോടീശ്വരനായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയും ഞാൻ നല്ലോണം ചാരിറ്റി ചെയ്യും. അല്ല, നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു പെർസെൻറ്റേജ്, അത് നിങ്ങൾക്ക് ചാരിറ്റിക്ക് പല ആളുകൾക്കും പല രീതിയിലുണ്ടാവും. ഓക്കെ, മാതാപിതാക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പിന്നെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിലായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം 10 രൂപേന്റെ ചാരിറ്റി ചെയ്യാൻ സാധിക്കുക, ഇറ്റ്സ് ഇനഫ്. ഓക്കെ, അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, കൊടുക്കുന്ന ആളാവുന്നത്. കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പണം കിട്ടാനായി പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നമുക്ക് റിസീവ് മോഡാണ് ഓൺ ആയിട്ടുള്ളത്. എനിക്കിങ്ങനെ എന്തെങ്കിലും കിട്ടണം 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 എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. മറ്റേ സ്ഥലത്ത് എന്താണ്, ഈ അടുത്തിടെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. ആർട്ടിക്കിൾ വായിച്ചത് എന്താ വെച്ചാല്, മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലത്ത് നല്ല ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി. ഓക്കെ, ആ വ്യക്തിയുടെ തൊഴിലെന്ന് പറയുന്നത് ഈ ബെഗ്ഗിങ് ആണ്. ഓക്കെ, യാചനയാണ്. യാചന നടത്തിയിട്ട് അയാൾ കോടിക്കണക്കിന് രൂപന്റെ ആസ്തി ഉണ്ടാക്കിയെന്നതാണ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്താണ് ഇപ്പോഴും നിങ്ങളുടെ ജോലി ചോദിച്ചു. ഇപ്പോഴും യാചനയാണ്. ഇപ്പോഴും സ്റ്റിൽ അയാൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ്, ആസ് എ ബെഗ്ഗറായിട്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ റീസണ്? അതിലാണ് അയാൾക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, ആ റിസീവ് മോഡില്. അപ്പൊ ആ റിസീവ് മോഡില് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു കൊടുക്കാനുള്ള മോഡാക്കണം. അപ്പൊ അതിന് ഈ പറയുന്നുണ്ട്, ഈ ഭൂമുഖത്ത് ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. ഈ അടുത്തിടെ നമുക്കൊക്കെ ഈ സമ്പന്നരെ കുറിച്ചിട്ട് നല്ല പരാതിയായിരിക്കും അല്ലെ. ഇപ്പൊ അംബാനിന്റെ മകന്റെ കല്യാണം 500 കോടി രൂപന്റെ നടത്തി എന്ന് പറയുമ്പോൾ എന്തൊരു ആർഭാടെന്നായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, പക്ഷെ അംബാനി ചെയ്യുന്ന ഒരു ചാരിറ്റിയെ കുറിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് തന്നെ വലിയൊരു ചാരിറ്റി ആയിരിക്കും അല്ലെ.
അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് സംസാരിക്കുന്നതിന്റെ പിന്നില് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ കാരണം അംബാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അംഗീകരിക്കുമോ? ഞാനും നിങ്ങളും ഇങ്ങനെ സംസാരിക്കാൻ കാരണം അംബാനിയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ? യെസ് ഓർ നോ? കാരണം ഇന്റർനെറ്റ് ഒരു ഒരു GB നെറ്റിന് 300 രൂപയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് സൂം ഓൺ ചെയ്യും? എത്ര പേര് നിങ്ങൾ യൂട്യൂബ് കാണുണ്ടായില്ലേ? ഒരു GB നെറ്റിന് 300 രൂപയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു GB നെറ്റിന് 300 രൂപയിൽ നിന്ന് 300 രൂപക്ക് 30 40 GB നെറ്റ് തന്ന് ഇന്ത്യക്കാരെ ഇങ്ങനെ ലാവിഷായിട്ട് നെറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തി അംബാനിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഇന്റർനെറ്റിന്റെ പൈസ കുറവുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ ടു ഹിം. നമ്മൾ അദ്ദേഹത്തിന് ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി ഓരോ ആളുകൾക്കാണെങ്കിലും ഇപ്പോ അതേപോലെ അംബാനിനെ പോലെ തന്നെ വേറെ ഇന്ത്യയിലെ വേറെ വലിയൊരു കോടീശ്വരനാണ് ആര്? പേര് പറഞ്ഞ ആരാണ്? അഡാനി അദാനി. അദാനിയെ കുറിച്ചിട്ട് നമുക്ക് പല പരാതികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അദാനി. ഈ അടുത്ത ന്യൂസ് ഞാൻ കേട്ടെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10,000 കോടി രൂപ അദ്ദേഹം ചാരിറ്റിയിലേക്ക് മാറ്റി വെച്ചു. 10,000 കോടി രൂപ. അപ്പൊ നമ്മൾ ഉടനെ പറയും പൈസക്കാരല്ലേ, പൈസക്കാർക്ക് എന്തും ആവാലോ. സോ അയാൾ പൈസക്കാരായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതേ രീതിയിലുള്ള എഫേർട്ടുകളും കാര്യങ്ങളും റിസ്ക് എടുത്തിട്ടാണ് അയാൾ പൈസ ഉണ്ടാക്കിയത്. നിങ്ങൾ 100 രൂപ ഉണ്ടാക്കാൻ എത്ര റിസ്ക് എടുക്കുന്നുണ്ടോ, ഞാൻ 100 രൂപ ഉണ്ടാക്കാൻ എത്ര റിസ്ക്, ഇതേ റിസ്ക് അവരെടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നു അവർക്ക് ഇങ്ങനെ വെറുതെ വരാനല്ല, അതിന്റെ പിന്നിൽ സ്ട്രാറ്റജിയും റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ അത്തരം ആളുകൾ, അല്ലെങ്കിൽ നമ്മളിത് മനസ്സിലാക്കുക, ഈ ഭൂമുഖത്തിൽ ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ ധനികൻ നിങ്ങളാവാൻ സാധിക്കുകയാണെങ്കിൽ അതെല്ലാം ചാരിറ്റി ആയിട്ട് അവർ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അംബാനിന്റെ എടുത്തു നോക്കുക. ഈ റിലയൻസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി മാത്രം എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കുന്നുണ്ട്, എത്ര ആളുകൾ അത് കാരണം ജീവിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ചാരിറ്റി അല്ലെ? ഒരു ഓണ്ടർപ്രണർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ ഒക്കെ ആയിട്ട് ഡെവലപ്മെന്റിന് വേണ്ടി അവർക്കൊക്കെ CSR ഫണ്ടെങ്കിലും ഉണ്ടാവും. ആ CSR ഫണ്ട് തന്നെ എന്ത് മതി, അത്രയും വലിയ ചാരിറ്റി ആയിട്ട് മാറും. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അവർ കൊടുക്കും തോറും പ്രപഞ്ചം അതിന്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. അവര് കൊടുക്കും തോറും അവര് എത്രയാണോ കൊടുക്കുന്നത്, വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്, അതിന്റെ എത്രയോ മടങ്ങ് അതിലേക്ക് എത്തുന്നു. ഓക്കെ, ഇസ്ലാമിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് 2.5% സൊസൈറ്റിയുടെ തന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്നതിന് 2.5%. അപ്പൊ നമ്മള് അവിടേക്ക് നോക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ തൽക്കാലം മാറ്റിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, എനിക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 2,500 രൂപ എനിക്ക് ചാരിറ്റിയിലേക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾക്കൊരു ഉള്ളിലൊരു നെയ്യത്ത് ഉണ്ടായാൽ മതി, എന്താണെന്നുള്ളത് ഇന്റൻഷൻ ഉണ്ടായാൽ മതി. അത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് പല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 25 രൂപ കൊടുക്കാം. 10,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 250 രൂപയെങ്കിലും, അല്ലെങ്കിൽ 100 രൂപയെങ്കിലും, ഈവൻ ഒരു 10 രൂപയെങ്കിലും 50 രൂപയെങ്കിലും, അത് പല ആളുകളും കരുതുന്നത് ഉണ്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. 1000 രൂപ ഉണ്ടാകുമ്പോൾ 25 രൂപ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കില്ല, 25,000 കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അത് തന്നെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് പണക്കാരനാവാതെ വെച്ച് കഴിഞ്ഞാല്, ഈ ദാനം ചെയ്യേണ്ട എൻ്റെ ആവശ്യത്തിന് തന്നെ പണമില്ല, പിന്നെയല്ലേ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാത്തതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്, അപ്പൊ എന്ത് ചെയ്യാം, ഡു സം ചാരിറ്റി, എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്തു തുടങ്ങുക. ഓക്കെ, ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങൾക്ക് എത്തിച്ചു തരണം. അതിൽ ഡൗട്ട്സ് ഒന്നും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. എന്താ ലോ ഓഫ് അട്രാക്ഷൻ? എന്താ ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? ലൈക്ക് അട്രാക്ട് ലൈക്ക് അല്ലേ? അപ്പൊ അതിലെന്താ, ഒരു ഡൗട്ടിന്റെ കാര്യമൊന്നും അതിലില്ല. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്,
നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നതും സാക്രിഫൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണത്? ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയാം. നിങ്ങളെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഒരാൾ വന്നു. ഓ, എന്നും വന്നല്ലോ, ഇവരെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നതിനൊക്കെ പകരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചാരിറ്റിക്ക് വയ്ക്കുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് എല്ലാം കിട്ടുന്നത് ഫുള്ള് ചാരിറ്റി കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്കൊരു ചാരിറ്റി ഫണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ചാരിറ്റി ഫണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. എന്നിട്ട് അതിന് പറയാം, നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട്, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. ഓക്കെ, ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാരോ ബാക്കിയുള്ള സംഭവങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും കൊടുത്തേ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടത്തോടെ കൊടുക്കും. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം കൊടുക്കല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളത് കൊടുക്കല്ല. നിങ്ങൾ ഒരു രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടത്തോടെ കൊടുക്കുക. എവിടെ പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ കൊടുക്കുക. ഓ, KCBന്റെ ബില്ല് 25,000 2,500 രൂപ വന്നല്ലോ. ഞാനൊക്കെ പണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോ നാളെ ഇത് ചെയ്യാൻ പിന്നെ ബാർബർ ഷോപ്പ് കയറിയപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഓ, വീണ്ടും ഇതിന്റെ പ്രൈസ് ഒക്കെ കൂട്ടിയോ? നമുക്ക് എന്തായാലും ഇപ്പൊ അവിടെ പോയേ പറ്റുള്ളൂ, നമുക്ക് സേവ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് താഴേക്കേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുന്ന പൈസ ഹാപ്പി ആയിട്ട് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കരുതിയാൽ പറ്റും? അതൊക്കെ ഒരു ദാനത്തിന് നിങ്ങൾക്ക് കൂട്ടാം. ക്ലിയർ ആണോ? നിങ്ങളൊരു സാധനം മേടിക്കുമ്പോൾ കൊടുക്കുമ്പോൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലൊക്കെ ഓക്കെ, ഞാൻ ഈ പണം കൊടുക്കുന്നത് ഇയാൾക്ക് ഉപകാരപ്പെടട്ടെ, ഇയാൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ, എന്നിട്ട് എന്ത് ചെയ്യട്ടെ? അത് തിരിച്ചു വരട്ടെ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് കൊടുക്കുകയാണ്, നിങ്ങൾ KCB ബില്ല് കൊടുക്കുകയാണ്, നിങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കുകയാണ്, നിങ്ങളുടെ മക്കളുടെ ഫീസ് അടക്കാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇയാൾക്കത് ഉപകാരപ്പെടട്ടെ, ഇയാൾക്കത് ഉപകാരപ്പെട്ടിട്ട് എന്നിലേക്ക് എന്ത് ചെയ്യട്ടെ? അതിന് 10 മടങ്ങ് തിരിച്ചു വരട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൊടുക്കുമ്പോൾ, അതായത് ഈ കൊടുക്കുമ്പോൾ ഹാപ്പി ആവുക എന്ന് പറയുമ്പോൾ അതൊരു ചാരിറ്റി കൊടുക്കുമ്പോൾ മാത്രമല്ല. അതാണ് ഇത് പറഞ്ഞത്, ത്യജിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ്, ഇങ്ങനെ ത്യജിച്ചു കൊടുക്കാനല്ല. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ സ്ട്രഗ്ലിങ്ങിലായിരിക്കും, അപ്പോഴായിരിക്കും നിങ്ങൾ സാലറി ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പോഴും ഇങ്ങനെ അല്ല, നമ്മളത് എല്ലാ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആയിട്ട് കൊടുക്കുക. ഓക്കെ, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. ഈ സീക്രട്ട് ബുക്കിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇങ്ങനത്തെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളെ എന്താണ് ഈ പറയുന്നത്, അതിൽ നമ്മളെപ്പോഴും നമ്മളെ കാണും. ഞാൻ അങ്ങനെയാണോ, ഞാൻ അങ്ങനെയല്ലേ, എനിക്കെങ്ങനെ ഞാൻ അങ്ങനെ ആവാൻ സാധിക്കും എന്നുള്ളത് എപ്പോഴും ചെയ്യും. എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾ നോക്കി എന്താ സംഭവിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്ന് ഉദ്ദേശം എന്താ? ചിന്തിക്കാൻ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങളെ ഇമോഷൻസ് എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, ആ ഫീലിങ്സ് ആണ് എന്ത് ചെയ്യുക? നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. ഒരു സ്ഥലത്ത് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ എന്താ ഉള്ളത്? ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രാഗിക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ റിസ്ക് ഒക്കെ എടുത്തിട്ട്, ഓ, പൈസ തീർന്നല്ലോ, ഓ, അത്ര രൂപയോ എത്ര രൂപയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ നിങ്ങൾ ബഡ്ജറ്റ് അനുസരിച്ച് ചെലവാക്കുക. ചെലവഴിക്കുമ്പോൾ അത് ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക. ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്? ഇവർ രണ്ടും തമ്മിൽ നേരെ എതിർ ദിശയിൽ കാരണം ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നൽ പ്രസരിപ്പിക്കുമ്പോൾ മറ്റത് ആവശ്യതയിലുണ്ട് എന്ന സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു അഫർമേഷൻ ആണ്, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്. എൻ്റെ ഫേവറേറ്റ് അഫർമേഷൻസിൽ ഒന്നാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ള പണം എല്ലായ്പ്പോഴും എന്നിലുണ്ട്. ഞാനത് വിശ്വസിക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്കത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എൻ്റെ ആശയങ്ങളെയാണ് ഞാൻ എപ്പോഴും ബിസിനസ് ആക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലൊക്കെ നമ്മൾ ഈ ആശയങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ടാഞ്ചിബിൾ അല്ലാത്തൊരു സാധനം, കാണാൻ പറ്റാത്തൊരു സാധനം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എന്നെ പല സമയത്തും ഉണ്ട്. അതൊരു ബിസിനസ് ആക്കി മാറ്റാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? ഇതിലൊക്കെ അതിലെന്താണ് വിഷയം? ഒന്നിൽ സുഖാനുഭവം ഉണ്ട്. നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ആണ് കിട്ടുക. മറ്റേതാണെങ്കിലോ പ്രാഗി പറഞ്ഞ കൊടുക്കുന്നത് വെച്ചെങ്കിൽ, നിങ്ങൾ ഇഷ്ടമില്ലാതെ കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൽ സുഖാനുഭവമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ലൈഫിൽ എപ്പോഴും ആ ദാരിദ്ര്യം നിലനിൽക്കും. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്ക് നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകർഷക തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങള് ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പോകും. ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എത്ര പെർസെന്റേജ് സ്വത്താണ് അയാൾ ദാനം ചെയ്യുന്ന അറിയാം? എത്ര പെർസെന്റേജ് സ്വത്താണ് ദാനം ചെയ്യുന്ന അറിയാം? എത്ര പെർസെന്റേജ് ആണ്? 90% മേലെ ഉണ്ട്.
അതെ 95% അയാൾ ദാനം ചെയ്യാണ് ബിൽഗേറ്റ്സ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 95% നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 95% എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ്. എത്ര ഉണ്ടാവും ബഷീർക്ക് 95% എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തിന്റെ 95% എന്നൊക്കെ പറയുമ്പോൾ ലക്ഷം കോടികൾ ഉണ്ടാവും. നേരത്തെ നമ്മള് അദാനിന്റെ 10,000 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ 5% അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പണക്കാരാവുക. എനിക്കും എന്റെ ചക്കിക്കുട്ടിക്കും എന്നുള്ള സംഭവം ഉണ്ടല്ലോ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എനിക്കും എന്റെ ഫാമിലിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരാൾക്ക് പണം വരില്ല എന്നതാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് നമുക്ക് അതിലൊരു ജോലി എടുക്കാൻ പറ്റും? എത്ര ആളുകൾക്ക് അതിൽ നിന്നൊരു പാർട്ട് കൊടുക്കാൻ പറ്റും? എത്ര പെർസെന്റേജ് അതിൽ നിന്ന് നിങ്ങൾ ടീം മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റും? ഇങ്ങനെ നമ്മൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് കൂടെ ആകുമ്പോഴേ അയാൾക്ക് പണം ആവശ്യമുള്ളൂ. എനിക്കും എന്റെ ഫാമിലിക്ക് ജീവിക്കാൻ ധാരാളം പൈസന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇതാക്കാൻ ഒരു 10 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിലേറെ ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ സ്വാഭാവികം. നമുക്ക് ജീവിക്കാൻ പോരെ 10 കോടി രൂപ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ലക്ഷമായി. നിങ്ങൾ ഒരു മാസത്തിൽ ഇപ്പൊ 2 ലക്ഷം രൂപ, ഒരു 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാണ് കുട്ടികൾ അല്ലെ? എന്നാലും ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? 12 × 3 36 ലക്ഷം രൂപ അല്ലെ? 10 വർഷം കൊണ്ട് 3 കോടി 60 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുള്ളൂ. 4 കോടി കൂട്ടിക്കൊള്ളു അതിന്റെ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളുടെ ആവശ്യമൊക്കെ അത്ര സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് അത്ര ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര പണമൊക്കെ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ പണം കൂടുതൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ ഉണ്ടാവുന്നത് എന്തിനാണെന്നുള്ള വിഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. അത് ജെയിംസ് റേ പറയാണ്, ധാരാളം പണം സമ്പാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ വ്യക്തിബന്ധങ്ങൾ വളരെ മോശമാണ്. അത് സമ്പന്നതയല്ല. നിങ്ങൾ പണത്തിന്റെ പുറകെ പോകാം, ധാരാളം പണം സമ്പാദിക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. പണം സമ്പത്തിന്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ആണാണ്, പക്ഷെ അതൊരു ഭാഗം മാത്രമാണ്. വേറെ ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മീയ വ്യക്തികൾ, പക്ഷെ അവർക്ക് എപ്പോഴും ദാരിദ്ര്യവും അനാരോഗ്യവുമായിരിക്കും. അതും സമ്പന്നതയല്ല. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകണം എല്ലാ മേഖലയിലും. എന്ന് പറഞ്ഞാൽ ബർക്കത്ത്, ഐശ്വര്യം എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. ഈ ഐശ്വര്യം ബർക്കത്തൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോഴും അതിനാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണെന്ത്, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ എല്ലാ സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. ഓക്കെ, ഇതില് ഖുർആനിൽ പറയാണ് ലഇൻ ശക്കർത്തും ലഅസീദന്നകും എന്ന് പറയുന്ന ഒരു ആയത്താണ്. ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ് എന്താണ്? ലഇൻ ശക്കർത്തും ലഅസീദന്നകും എന്ന് പറയുന്ന ഒരു ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രമാത്രം ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷുവർലി ഇൻക്രീസ് യുവർ ഇൻ ഫേവർ. നിങ്ങൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നോട്, അതിന്റെ എത്രയോ മടങ്ങ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അവിടെ നമ്മളെപ്പോഴും എല്ലാത്തിലും നമ്മൾ ഉണ്ടാവേണ്ട പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംഭവം, സമ്പന്നനാകുക എന്നത് ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ, നിങ്ങൾ കാതറൈൻ പോണ്ടയുടെ ബൈബിളിന്റെ കോടിഷന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഈ വിശിഷ്ടമായ പുസ്തകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ അതിന്റെ ഒരു പിന്നെ അബ്രഹാമും ഐസക്കും ജേക്കബും ജോസഫും എന്ന് വെച്ചാല് അത് പറയുന്ന ഇത്രേ ഉള്ളൂ. യേശു ഇവരെല്ലാം സമ്പന്നയുടെ പ്രവാചകരായിരുന്നത് മാത്രമല്ല, അവരെല്ലാം കോടീശ്വരന്മാരായിരുന്നു. അവരുടെ ധനാഢ്യമായ ജീവിതശൈലി ഇന്നത്തെ പല കോടീശ്വരന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന സമ്പത്തിലേ ഉള്ളൂ. ഈ സമ്പത്തും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ട്. സമ്പത്തും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഞാനിപ്പോ ഒരു ഇതില് ഇസ്ലാമിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം, ഒരു ഓൺട്രപ്രണറോട് ഈ റംസാൻ ആണെങ്കിൽ വരെ അയാൾക്ക് ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാൻ, അയാളുടെ കച്ചവടം വർദ്ധിപ്പിക്കാനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് അയാൾക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പള്ളിയിലെ ഉസ്താദ് ഇവരൊന്നും മോശമാണെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പൂജാരി, അല്ലെങ്കിൽ ഒരു ചർച്ചിലെ അച്ഛൻ, ഇവരൊക്കെ ഒരുപാട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിരുന്നുണ്ടാവും, നമ്മുടെ പ്രയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേ സമയത്ത് തന്നെ 1000 പേർക്ക് ഇപ്പൊ എം എ യൂസുഫ് അലി സാർ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ രവി പിള്ള, ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജോയി ആലുക്കാസ്, ഇവരൊക്കെ പോലുള്ള ആളുകൾ നമുക്ക് എടുത്തു വെക്കാം. ഇവർ ചെയ്യുന്നതും ഇതിന്റെ വേറെ പാർട്ട്ണറുണ്ട്. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ ആർക്ക് സാധിക്കില്ല? ഈ പറഞ്ഞ ഉസ്താദിനോ ബാക്കി ആൾക്കോ സാധിക്കണമെന്നില്ല. അത്രയും പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് ഒരു ചാരിറ്റി അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ?
അല്ലെ? അത്രയും ആളുകൾക്ക് ഫിനാൻഷ്യലി സഹായിക്കാൻ വേറെ സാധിക്കുക എന്നുള്ളത് ഒരു ചാരിറ്റിയാണ്. യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Yes, sir. അവിടെയാണ് പണം ഉണ്ടാക്കുന്നത് എന്താവുന്നത്? ആത്മീയതയാവും. പണം ഉണ്ടാക്കുന്ന ആത്മീയതയാവുന്ന അവിടെയാണ്. അപ്പോൾ പണത്തിന് എന്ത് ചെയ്യരുത്? നമ്മൾ വേറൊരു രീതിയിൽ കാണരുത്. പണത്തിന് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റും? നമ്മളുടെ ആത്മീയത ഭാഗമായിട്ട് അവിടെ കാണാൻ സാധിക്കും. എങ്ങനെ? നിങ്ങൾ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്. ഐശ്വര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെ സമൃദ്ധി കൈവരിക്കുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പ്രപഞ്ചത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷെ നമ്മളുടെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പണത്തിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് മണി ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ മണി ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഉള്ളത് അതിന് എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ പറ്റുമോ അത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. ഇല്ലായ്മയെ കുറിച്ച് പറയാതിരിക്കുക, ഇല്ലാത്തതിനെ കുറിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക, ഉള്ളതിൽ ഹാപ്പി ആവുക. നിങ്ങൾക്ക് ഒരു പിന്നെ സാധാരണ നമ്മൾ വീഡിയോ കാണാറുണ്ട്. ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ആളെന്ത് ചെയ്യും? ഒരു നോർമൽ വ്യക്തി ഒരു കാറിൽ ഇങ്ങനെ പോവുമായിരിക്കും. അപ്പോഴാണ് അയാൾ ഒരു സ്പോർട്സ് ഒരു BMW അല്ലെങ്കിൽ ഫെറാറി പോലത്തെ ഒരു കാർ കാണും. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ നിസാൻ മാഗ്നറ്റിൽ ഇങ്ങനെ പോകുന്ന സങ്കല്പിച്ചോളൂ. അപ്പോഴാണ് ഞാനിങ്ങനെ BMW ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കും, എന്തൊരു ഭാഗ്യവാൻ, ഓക്കെ, എനിക്കൊരു BMW ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാനൊരു അപ്പോഴത്തെ ഇങ്ങനെ ഒരാൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നു. അയാൾ ഇങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഇങ്ങനെ നിസാൻ മാഗ്നറ്റിൽ പോകുന്ന എന്നെ നോക്കി ഇങ്ങനെ അയാൾക്കൊക്കെ ഒരു കാറുണ്ട്, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. അതിന്റെ തൊട്ടപ്പോൾ തന്നെ ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ ആ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന ആളിങ്ങനെ ആഗ്രഹിച്ചു പോവാണ് എന്ത്? അയാൾക്ക് ഒരു സ്കൂട്ടർ ഉണ്ട്, എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരാളിങ്ങനെ നടന്നു പോകുന്നത്. അയാൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, അയാൾക്കൊരു സൈക്കിൾ ഉണ്ട്, എനിക്കതുപോലെ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇയാളിങ്ങനെ നടന്നു പോകുന്നത് കാലില്ലാത്ത ഒരാളിങ്ങനെ കാണുന്നത്. എന്താണ്? ഇയാൾക്കൊക്കെ നടന്നു പോകാൻ സാധിക്കുന്ന കാലുണ്ടായി, എനിക്കൊരു കാലുണ്ടായിരുന്നെങ്കിൽ. ഞാനീ പറഞ്ഞു തന്നെ സാധനം, നമ്മൾ ഇതെല്ലാം നമുക്ക് കാണാം. നമുക്കില്ലാത്തതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെടുന്നതിന് പകരം നമുക്കുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്ക് കാർ ഉണ്ടല്ലോ, എനിക്ക് ബൈക്ക് ഉണ്ടല്ലോ, എനിക്ക് ജോലി ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ ജോലി, ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറേ സമയം ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബിസി ആവേണ്ടി വരും. ഒരുപാട് സമയത്ത് ബിസി ആവേണ്ടി വരും. അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നി മടുത്തു എന്നൊക്കെ തോന്നും മൈൻഡില്. അറിയാതെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സോറി പറഞ്ഞേക്കണം. കാരണം എന്താ? ഇങ്ങനെ ബിസി ആവാൻ മാത്രം ക്ലയൻസ് നമുക്കുണ്ടല്ലോ, ഇത്രയും തിരക്കാവാൻ മാത്രം ഇത്രയും തിരക്കാവാൻ മാത്രമുള്ള ക്ലയൻസ്, ഇത്രയും തിരക്കാവാൻ മാത്രമുള്ള ബിസിനസ് നമുക്കുണ്ടല്ലോ. ഇന്നൊരു ഒഴിവില്ല. ഷോപ്പിൽ നിന്നിട്ട് ആളുകൾ വന്നിട്ട് നോ താങ്ക് യു, ഇന്നെനിക്ക് ഒരുപാട് സമയം വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ചിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഒരിക്കല് മോഹൻലാലും പിഷാരടി ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ പിഷാരടി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കാണ്. അപ്പോ മോഹൻലാൽ ചോദിക്കും, എന്താ പിഷാരടി ഇങ്ങനെ? കുറെ കഴിഞ്ഞപ്പോൾ പിഷാരടി ഉണരും പറഞ്ഞു. മോഹൻലാൽ നന്നായിട്ട് ഉറങ്ങിയില്ലായിരുന്നു. ലാലേട്ടാ 3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങാൻ പറ്റാതെ എന്ത് ചെയ്തു? പണിയെടുക്കാൻ സാധിച്ചു. ആദ്യം മോഹൻലാൽ പറഞ്ഞാണ് നല്ല ഉറങ്ങാൻ പറ്റിയില്ല, ഉറങ്ങാൻ പറ്റിയ ദൈവത്തിനോട് നന്ദി പറഞ്ഞു പറഞ്ഞാണ്. അപ്പൊ ഉടനെ പിഷാരടി പറഞ്ഞാണ്, ലാലേട്ട 3 ദിവസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉറങ്ങാൻ പറ്റില്ല, ഫുള്ള് പ്രാക്ടീസ് ചെയ്യണം. 3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അതിനും ദൈവത്തിനോട് നന്ദി പറയണം. 3 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു തിരക്കുണ്ടാകുമ്പോൾ, നമ്മൾ കുറച്ച് ബിസി ആകുമ്പോൾ, നമ്മൾ കുറച്ച് സ്ട്രഗ്ലിങ്ങിലാകുമ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല? നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോഴൊക്കെ നമുക്ക് എന്ത് ഉണ്ടാവണം? ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അവിടെ വേണം. എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ, എനിക്ക് ഇങ്ങനെ ബിസി ആവാൻ. ചിലപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അവരാണ് എന്തൊരു ജോലിയാണെന്ന് എനിക്ക് മടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജോലി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. ക്ലിയർ ആണോ? അപ്പോഴും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാൻ സാധിക്കണം. എങ്ങനെ? എനിക്ക് ഇങ്ങനെ ബിസി ആവാൻ മാത്രമേ ചെയ്യൂ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റൊരാളുടെ സ്വപ്നമാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റൊരാളുടെ സ്വപ്നമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം ഏറെ സമൃദ്ധി കൈവരിക്കുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും.
പക്ഷേ എന്നിട്ട് പറയാണ്, പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. ഇപ്പോൾ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ് ആ താക്കോൽ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ്. താക്കോൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ മാത്രമല്ല, ഇതിന്റെ മുന്നേയും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ താക്കോൽ ഇടേണ്ട സ്ഥലത്ത് ഇട്ടിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല, ഓപ്പൺ ആവില്ല. എന്നിട്ട് മഹർഷി ഷിമോഫിന്റെ ഒരു കോട്ട് കൊടുത്തിൽ തന്നെ പറയുന്നുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങൾ വളരെയധികം ആളുകൾ ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അവർക്ക് വലിയ വീട് വേണം, ബിസിനസ്സിൽ വിജയിക്കണം, അതുപോലുള്ള ബാഹ്യമായ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഗവേഷണ പഠനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ബാഹ്യമായ കാര്യങ്ങൾ നേടിയാലും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാനസികമായ സുഖാനുഭവം ലഭിക്കുമെന്നൊരു ഉറപ്പുമില്ല എന്ന്. ബാഹ്യമായ കാര്യങ്ങൾ നേടിയാൽ സന്തോഷം, സുഖാനുഭവം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അത് പശ്ചാത്തലം മാത്രമാണ്. ആന്തരികമായ ആഹ്ലാദമാണ് തേടുന്നത്. ആന്തരികമായ ശാന്തി, ദർശനം ആദ്യം നേടുക. ബാഹ്യമായവയെല്ലാം തനിയെ പ്രത്യക്ഷമാകും. എന്തെങ്കിലും മനസ്സിലായത്? ആ ഒരു കോട്ടിൽ മാത്രം, ആ ഒരു പാരഗ്രാഫിൽ മാത്രം നമുക്ക് ചിന്തിക്കാൻ കുറേയുള്ള സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കരുതുന്നത് എന്താണ്, നമ്മൾ അത് നേടിക്കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന വീട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന പാർട്ണർ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കണ്ടീഷൻഡ് ആണ്. നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയോ? ഇല്ല, അതല്ല ഹാപ്പിനെസിന്റെ ഉള്ളതിന്റെ. ഇപ്പൊ നിങ്ങൾക്കുള്ളൊരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹാപ്പി ആവില്ല. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ഈ ഒരു ഫോൺ, ഒരു ആപ്പിളിന്റെ 14 Pro Max എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഫോൺ വാങ്ങിയപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. അത്രയും ഹാപ്പിനെസ് ഇപ്പൊ എനിക്ക് ഉണ്ടാവോ? ഇപ്പൊ ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത്, 16 Pro Max എന്ന് വാങ്ങണം, അല്ലെങ്കിൽ 70 Pro Max എന്ന് വാങ്ങണം എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ ഉള്ളതിലുള്ള ഹാപ്പിനെസ് നമുക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ്. ഇപ്പൊ ബഷീർ ഖാന്റെ ഇതിൽ നോക്കുന്ന സമയത്ത് ബഷീർക്ക് ഇടക്കിടക്ക് മെസ്സേജ് അയക്കും, ഓരോ വീടുണ്ടാക്കി കൊടുക്കുന്ന ബാക്കിയുള്ള. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക, കറക്റ്റ് ആയിട്ടുള്ള ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങളുടെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് വേറെ ആള്, നിങ്ങളൊരു കുട്ടിക്ക് പഠിക്കാൻ ഒരു യൂണിഫോം മേടിച്ചു കൊടുക്കും, ചിലപ്പോൾ ആകെ ചിലപ്പോൾ 200 രൂപന്റെ കേസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണാറുണ്ട് കുറെ ചാനലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ തെരുവിലുള്ള ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആകെ ചിലപ്പോൾ 500 രൂപന്റെ കേസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ആ കുട്ടികളുടെ പ്രാർത്ഥന ഉണ്ടാവും. അല്ലേ? നമ്മൾ ചിലപ്പോൾ 500 രൂപന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വല്ല വാളും പോയിക്കാണ്ട് നമുക്ക് മാത്രം കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ മാത്രം സെൽഫായിട്ടുള്ള ബില്ല് ചിലപ്പോൾ 550 രൂപ ആയിട്ടുണ്ടാവും. ഇത് ചെയ്യേണ്ടെന്നല്ല, അത് ചെയ്യണം. അത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പണം ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് സമ്പന്നനാവണമെങ്കിൽ, നിങ്ങളിപ്പോ ഏത് സ്റ്റേജിലാണോ, നിങ്ങൾ കടക്കാരനായിക്കോട്ടെ, പൈസ ഇല്ലാത്ത ആളായിക്കോട്ടെ, പൈസ ഉള്ള ആളായിക്കോട്ടെ, ആ സ്റ്റേജിൽ നിങ്ങൾ ഹാപ്പി ആവുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പണം വരിക. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഭാഗം കൊടുക്കാനും തയ്യാറാകാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആന്തരികമായതാണ്. ബാഹ്യ ലോകം പ്രതീതികളുടെ ലോകമാണ്. അത് ചിന്തകളുടെ ഫലം മാത്രമാണ്. നിങ്ങളുടെ ചിന്തകളെ, മനസ്സിന്റെ തരംഗങ്ങളെ, സന്തോഷത്തിന്റെ തരംഗ ദൈർഘ്യത്തെ ക്രമീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും ആനന്ദവും പുറത്തേക്ക് വിതരണം ചെയ്യുക. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ പ്രപഞ്ചത്തിലേക്ക് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ യഥാർത്ഥ സ്വർഗീയ അനുഭൂതി നിങ്ങൾ ഈ ഭൂമിയിലൂടെ തന്നെ അനുഭവിക്കാൻ. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ 1/2 an hour വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ബാഹ്യ ലോകത്തിലുള്ളതിന്റെ അപ്പുറത്തേക്ക്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പറയുന്നത്, ഏറ്റവും ഇതിന്റെ ഫ്രീക്വൻസി ലെവൽ കൂടിയിരിക്കുന്ന തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസിന്റെ തരംഗദൈർഘ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും പോസിറ്റീവ് ആവുന്നത്, അല്ലേ? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ അച്ഛൻ, അമ്മ, പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പിലാണ്. ഇവരോട് കൂടെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എല്ലാവരും തമാശ പറഞ്ഞിരിക്കുമ്പോഴാണോ, ഒരു കോമഡി സിനിമ കാണുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവുക? ഏതിൽ ഹാപ്പി ആവുക? ഫാമിലി ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഫാമിലിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ, നമ്മൾ ചിലപ്പോൾ ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഈ സമയത്ത് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് തരംഗദൈർഘ്യമാണ് പ്രപഞ്ചത്തിലേക്ക് വിടുന്നത്, അല്ലെ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പൊ എന്താണ് അവിടേക്ക് തിരിച്ചു വരുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള. ഈ ഹാപ്പിനെസിന്റെ തരംഗദൈർഘ്യം ഉള്ളിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ
നമ്മൾ ബി ഗ്രേറ്റ്ഫുൾ വാട്ട് വി ഹാവ്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ മാക്സിമം ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മൂഡ് മാറാതിരിക്കുക. അപ്പോഴും പറയാം താങ്ക് യു ഗോഡ്, എനിക്കിത് തന്നല്ലോ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റണം താങ്ക് യു ഗോഡ്, ഞാൻ ആ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ പരാജയം ഉണ്ടായി. ജോലി നഷ്ടപ്പെട്ടു പറയാൻ സാധിക്കണം താങ്ക് യു ഗോഡ്. കാരണം എന്താ, നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങൾ ജോലി നഷ്ടപ്പെടുക. ചിലപ്പോൾ നിങ്ങൾ എന്താ ഇപ്പൊ ആഗ്രഹിച്ചത് അറിയോ, ജോലി നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്താണ്, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള ഒരു ജോലിയിലേക്ക് നോക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവണം. നിങ്ങൾക്കുള്ളതിന് നന്ദിയുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് നന്ദിയുള്ളവരായിരിക്കും. രണ്ടുമാണ്, ദൈവത്തിനോട് മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട്. അപ്പൊ എന്ത് സംഭവിക്കും, ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പൊ പറഞ്ഞു വന്നത് ഞാൻ ആകെ വായിച്ചത് 2 പേജാണ്, 1.5 പേജ്. ഓക്കെ, 1.5 പേജിൽ നിന്ന് പറയാൻ പറ്റുന്ന ഭാഗം വായിച്ചിട്ടുള്ളൂ. ഹെഡിങ് ഇതാണ്, പണം കിട്ടാനായി പണം കൊടുക്കുക. ഓക്കെ, ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ടോട്ടൽ ഒരു സമ്മറിയാണ്. ഓക്കെ, അതിൽ പറയുന്ന ഒറ്റ പോയിന്റ് ഇത്രേ ഉള്ളൂ. കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദാനം ചെയ്യുക. പണത്തിന്റെ കാര്യത്തിൽ വിശാല മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിന് മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതെനിക്ക് ധാരാളം പണമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും എല്ലാ ആളുകൾക്കും സമ്പൽ സമൃദ്ധി ജീവിക്കാനും ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈമാണ്. ഇനി ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള കുറെ തെറ്റിദ്ധാരണകൾ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഒരു പരിധി വരെ സാർ അത് കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പിന്നെ ബിഫോർ കോവിഡ് എൻ്റെ വരുമാനം മുടങ്ങിയിരുന്നു. സോ ഇറ്റ്സ് മോർ ദാൻ 5 years. ഇപ്പോഴാണ് ഒരു 6 months ആയിട്ട് എനിക്ക് റെഗുലറായിട്ട് ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ സാർ പറഞ്ഞ മാതിരി ഉള്ളത് സന്തുഷ്ടനാകുക, ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ എൻ്റെ സൈഡിൽ നിന്ന് ആക്ഷനാണ്. ഒരു എന്താ പറയുക, ഡ്രീംസ് ഒക്കെ ഉണ്ട്, ഞാൻ ആക്ഷനിലാണ് എനിക്ക് കുറച്ചൊരു ഇത് വരുന്നത്. ആ ഒരു ഗ്യാപ്പ്, ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എന്ന് പറയുമല്ലോ, അപ്പൊ അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതിൽ സന്തുഷ്ടനാവുക, ചാരിറ്റി ചെയ്യുക, അതൊക്കെ ഒരു നല്ലൊരു ടേക്ക് അവേ ആണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സർ. ദെൻ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ സർ പറഞ്ഞോളൂ. സേഫ് സാർ പറഞ്ഞ പോലെ ബുക്ക് നമ്മൾ വായിച്ചു പോയിട്ടില്ലേ, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചു പോയതാണ്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വായിക്കുമ്പോൾ 2-3 ചാപ്റ്ററൊക്കെ വായിച്ചു പോകും. പക്ഷെ ഇതിലൊക്കെ ഓരോ അധ്യായത്തിലും എത്രത്തോളം പിന്നെ കാര്യങ്ങളുണ്ടെന്ന്, രക്തം ചുരുക്കം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു സെന്റൻസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. അതേപോലെ ഇതിൽ പറയുന്ന ചെക്കിന്റെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ ലൈഫിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. ചെക്കിന്റെ കാര്യമൊക്കെ, ചെക്കൊക്കെ എഴുതി അതേപോലെയൊക്കെ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിന് മുമ്പൊക്കെ ഒരു 2 വർഷം മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ എൻ്റെ പണമല്ല എന്നുള്ളത്, എൻ്റെ ചിന്തിച്ചതിൻ്റെ തെറ്റാ. ഒരു മാസം 5 ലക്ഷം രൂപയൊക്കെ ഞാൻ ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ. പക്ഷേ അത് എൻ്റെ പൈസ അല്ല, അത് വേറൊരാളെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ട്. അതൊക്കെ ചിന്തിച്ചതിൻ്റെ തെറ്റാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അത് ഇംപ്ലിമെന്റ് ചെയ്തതിൽ കുറെ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം സാർ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അതിൻ്റെ അതേ മെത്തേഡിലൂടെ പോയാലേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. താങ്ക് യു. താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ദെൻ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. മാജിക് മോർണിംഗ് സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? അജിത് മോൻ ചോദിച്ചോളൂ.
നമ്മുടെ ഒരിക്കലും ഈ സഹായത്തിന് വരുന്നവർ ഒരു കള്ളത്തരത്തിൽ വരുന്നതാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ ഉദ്ദേശം എന്താണോ അതാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഞാനതിൽ പറയാം അവർ കള്ളത്തരത്തിലാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കത് നമ്മളൊരു അസംഷൻ ആണ് അല്ലേ. ഞാൻ എൻ്റെ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. എൻ്റെ മുമ്പ് ഒരാൾ വന്നു, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ഓക്കെ, ക്യാഷ് ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ ഞാനോട് പറയും, ചിലപ്പോൾ ഗൂഗിൾ പേയിലായിരിക്കും കാര്യങ്ങളായിരിക്കും, എനിക്ക് ക്യാഷ് ഇല്ലെന്ന് പറയും. ക്യാഷ് ഉള്ളവരാണെങ്കിൽ ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതിലുള്ളൂ ഞാൻ കൊടുത്തു. ഓക്കെ, എൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി അത് അവരും ദൈവവും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പാർട്ടാണ്, അത് അവർ തീർത്തോളും. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ കൊടുത്തതിനെ കിട്ടും. ഓക്കെ, നമ്മളത് കൊടുത്തതിന് ശേഷം ഇനി ആൾ കള്ളത്തരത്തിലാണോ ഇതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അത് മാഫിയാണോ അല്ല. എല്ലാവരും അങ്ങനെ ആവില്ല. അത് എല്ലാത്തിലും ഒരു തട്ടിപ്പുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഇതിലൊക്കെ ചിലപ്പോൾ കൊടുക്കുകയാണ്. ഈ പൈസയൊക്കെ ചിലപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകുന്ന ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഇതിന് പേര് ആരെങ്കിലും കിട്ടുമോ, അങ്ങനെ എല്ലാ കാര്യത്തിലും അതുണ്ടാവും. സർക്കാരിലേക്ക് ഇപ്പൊ നമ്മൾ പൈസ കൊടുക്കണം, അപ്പൊ തോന്നാണ് സർക്കാർ ഇത് ഉപയോഗിക്കുക. അത് നമുക്കെല്ലാം പറയാൻ പറ്റില്ല, എല്ലാത്തിലും ഉണ്ടാവും. നമ്മൾ ഉദ്ദേശം നടന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളത് എന്താണ്, ഞാൻ കൊടുത്തു. അപ്പൊ ഞാനത് ഹാപ്പി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ കടമ കഴിഞ്ഞു. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ടെന്ന് ഒരാൾ എന്റെ മുമ്പിൽ വന്നു, ഞാൻ അയാൾക്ക് എന്റെ മുമ്പിൽ ഒന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തു. അത്ര ചിന്തിച്ച് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ യു. ഓക്കെ, അത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ യു. നിങ്ങളുടെ തോട്ട് പ്രകാരമാണ്. ഞാൻ ചിന്തിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞു. വലിയ പൈസ ഒന്നും കൊടുക്കില്ലല്ലോ, നമ്മൾ ചെറിയൊരു പൈസക്കായിരിക്കും കൊടുക്കുക. ഇത് ചാരിറ്റിയുടെ പാർട്ടിലേക്ക് ഞാൻ ഷെയർ ചെയ്തു. മറ്റേത് അവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ട് അവർക്ക് കിട്ടും. എല്ലാത്തിനും കർമ്മത്തിന്റെ ഫലം ഉണ്ടാവില്ലേ, നമ്മളെ കർമ്മത്തിന്റെ ഫലം നമുക്ക് കിട്ടും, കൊടുക്കുന്നതായിരിക്കും. അത് അതോടുകൂടി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. ക്ലിയർ ആണോ ശ്രീ മാം? ഓക്കെ സർ, താങ്ക് യു. സോ ഗോപിക, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ലീഡേഴ്സ് മീറ്റ്. എന്താണ് മാജിക് ഓക്കെ, മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ്. സാർ, ഈ ബുക്കിന്റെ പേരൊന്ന് പറയാം. തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ബുക്കിന്റെ പേര് ഏതായിരുന്നു? സീക്രട്ട്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലീഡേഴ്സ് മീറ്റ്. താങ്ക് യു. ലീഡേഴ്സ് ഒന്ന് സ്റ്റേ ചെയ്യോ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. Thank you, sister. Thank you all. Thank you, sir. Yes, sir. Thank you all. ഡിയർ ഫ്രണ്ട്സ്, ലീഡേഴ്സ് അല്ലാത്തവരൊപ്പം ഒന്ന് ലെഫ്റ്റ് അടിച്ചോളൂ ട്ടാ. ഹലോ സാറേ, റസാഖ് സാറല്ല. റസാഖ് സാർ ഇതിൽ കാണാനില്ലല്ലോ. പിന്നെ അബ്ദുള്ള സാർ, അഖില, ബീന, സുലേഖ ബി ഉണ്ടല്ലോ.
റസാഖ് സാർ ഇല്ല. പിന്നെ എന്താണ് കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച കാര്യങ്ങൾ നടന്നോ? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മീറ്റിംഗ് ആയിരുന്നു. ഹലോ, വ്യാഴാഴ്ചയും ഞായറാഴ്ചയുള്ള നമ്മൾ 9 മണിക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആഴ്ചത്തെ ഗോളിന്റെ ലീഡേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും രാത്രി 9 മണിക്ക്. വ്യാഴാഴ്ച ഇപ്പൊ നാളെ വരാൻ പോകുന്നു അല്ലേ? അപ്പൊ നാളെ സാറേ നാളെ മീറ്റിംഗ് നടക്കുക. നാളെയും ഞായറാഴ്ച രാത്രി 9 മണിക്ക് രാത്രി. ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഓക്കെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ആളുകളെ എന്തെങ്കിലും ഡിസ്കഷൻ? പുതിയ ആളുകളെ ഞാൻ സംസാരിച്ചവരെ എക്സാം കഴിയട്ടെ എന്നാ പറയണത്. കാരണം രാത്രി എക്സാം പഠിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായോണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതന്നെ ഉള്ളൂ. അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് നോക്കുക. അതായത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ സേവേഴ്സ് കൾച്ചർ കാര്യങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങും. ലീഡേഴ്സ് അതിന്റെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടാക്കുക. ആരൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഫോട്ടോസ് ഇടുക. അതൊക്കെ ലീഡേഴ്സ് ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നടക്കുക. ബുക്ക് റീഡിങ് ചെയ്ത് ബുക്ക് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ബാക്കി ലീഡേഴ്സിലേക്ക് പിന്നെ താല്പര്യമുള്ള ആളുകൾ അതിലേക്ക് ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ശരി സാർ, താങ്ക് യു.